അപ്പൊ ഇപ്പൊ സമയം ഉച്ച കഴിഞ്ഞു കേട്ടാ. എപ്പോഴും ഉച്ചക്ക് ശേഷം മഴയാന്ന്. ഇന്ന് എന്തോ മഴ കാണുന്നില്ല. അപ്പൊ ഇവരെല്ലാരും മഴ പെയ്യുന്ന പറയുന്നേ മിക്കവാറും പെയ്യാൻ സാധ്യതയുണ്ട്. ചൂടല്ലുണ്ട്. അതെ. അപ്പൊ ഒരു സ്ഥലം വരെ പോവാൻ എല്ലാരും കിഴിഞ്ഞ് പോവാൻ നോക്കലാന്ന്. അതെ, രണേച്ചി ഉണ്ട്, അതെ, ശ്രീമായി ഉണ്ട്, ഭാവിന്ന് ഉറങ്ങാണ്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ മക്കളെല്ലാരും കൂടി വിസ്മയെല്ലാം പോകുന്നുണ്ട്. ഞാനൊരിക്കൽ മുന്നേ പോയിനി അത്ര കയറാനും കയറുന്ന അരക്ക് കുറച്ച് ഇതാന്ന്. അതുകൊണ്ട് മക്കളെ കൂട്ടിക്കൊണ്ട് പോയി അവരെല്ലാം കണ്ടിട്ട് വരട്ടെ. ഞാനിപ്പം വരുന്നില്ല. എല്ലാരും ഒരു 5 വട്ടം 10 വട്ടം പോയവരെയും നമ്മുടെ നാട്ടിലെ അടുത്താണ്, പറശ്ശിനിക്കടവ് തന്നെയാണ്. ചേച്ചി അവിടെ ജോലി ചെയ്തിയാണ്. എത്ര മാസം ചെയ്യാൻ ചേച്ചി? 1 വർഷം, 5 മാസം ചെയ്യാൻ. ആ സമയത്ത് ചേച്ചിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ട് നമ്മൾ വിസ്മയിൽ പോകുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി അവിടെ വന്നിട്ട് ഇയാൾക്ക് വരണമെന്നുണ്ട്, പക്ഷേങ്കിൽ ഇയാൾ ഉറങ്ങിയിട്ടില്ല. കവി വരുന്നുണ്ടാ എന്നാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവനെ എന്നെ ഒന്നും വിടൂല. അതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ നിൽക്കുന്നതാ നല്ലത്. കവി ഇല്ലാണ്ട് പോവാൻ നമുക്ക് അല്ലെ. മാമയില്ലാത്തോണ്ട് ചിലപ്പോ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളെ മണപ്പുറം കടിക്കാൻ വേണ്ടിട്ട്. അല്ല, നിന്നെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതവര് ഇന്നീട് ആക്കി നമുക്ക് ഒറ്റക്ക് പോകാനേ ഇല്ല. നീ വന്നോ. ഉറക്കം വന്നിട്ടില്ലേ? അപ്പൊ ഞമ്മക്ക് ഇപ്പൊ കവി പറഞ്ഞിന്ന് നമ്മളെല്ലാരും കൊറേ വട്ടം പോയത് തന്നെയാണ്. എന്നാലും നമ്മള് കൊച്ചി പോയ സമയത്തില്ലേ വണ്ടർല പോകാനല്ലേ തെറ്റിന് നോക്കുമ്പോഴേക്ക് നടന്നിട്ടില്ല. ആ ചേച്ചി എത്ര വട്ടം പോയി? 6 മാസം നിർത്തി പോയി. അല്ല, വിസ്മയില്. നമ്മളെവിടെ പോന്ന്? വെള്ളത്തിലൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കവി നമ്മൾ ഇറങ്ങട്ടെ. വരുന്നില്ല നീ? എങ്ങനെയും ട്രൈ ചെയ്യാൻ പറ്റുക? കഴിഞ്ഞ പോകുമ്പോ ചേച്ചി ഫ്ലൈറ്റ് കയറുമ്പോ അങ്ങനെ എയർപോർട്ടില് ഡാഡിലെല്ലാം വരുന്നു വണ്ടി വെച്ചിട്ട്. ഇതാണ് ചെരുപ്പ് കൊടുത്ത് വെച്ചിട്ടാണ് കയറിയാണ്. ചോറുണ്ണാൻ വേണ്ടിട്ട് നമ്മളവിടെ ഒരു ഹോട്ടലിനടുക്ക് ഇറങ്ങാൻ നോക്കുമ്പോ ചെരുപ്പ് കാണുന്നില്ലാണ്. ഷോർട്സ് നോക്കി. അതുകൊണ്ട് നമ്മള് ഇപ്പൊ തന്നെ വേഗം ചെരുപ്പ് പിടിക്കാം. അപ്പൊ അതിലിടയ്ക്ക് ഒരു ടിസ്റ്റ് ഉണ്ട്. കഴിയും ആദ്യം അതിനും കൊണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ട് ബാക്കി എല്ലാരും കൂടി എടുക്കാ അങ്ങനെയെല്ലാം പറഞ്ഞ് മാലീസ് ആക്കിയിട്ട് നമ്മളുണ്ട് എല്ലാം പറയും. ഭയ കാണൂല ഇവിടെ അല്ലേ? അവൻ എന്താ പോയിട്ട് കുറച്ച് നാളായി ഇപ്പൊ കാണാതെ. നമ്മളന്ന് ഇതേപോലെ വഴിക്ക് വെച്ചാ കാണിച്ചത്. അതെ, അങ്ങോട്ട് പോയിട്ട് പോട്ടെ. എന്നാലേ വിസ്മയിലേക്ക് വരുന്ന പിന്നെ നമുക്ക് അതെ ശരിയാ. നിതീഷും പുരുഷനും വരുന്നുണ്ടേ. ഓ പാൻറിലിട്ട് വരുന്നേട്ടാ വിസ്മയിലായോണ്ട്. അങ്ങോട്ട് വന്നീശ നമ്മള് കറങ്ങാൻ. എടാ വിസ്മയ പാർക്കില് കറങ്ങാനാ? അപ്പൊ അങ്ങനെ നമ്മള് പറശ്ശിനിക്കടവെത്തി. നമ്മള് നേരെ വിസ്മയിലേക്ക്. എന്താ രസല്ലേ, ഒരു മഴക്കാറിലുണ്ട് കേട്ടാ. ഓ വിസ്മയിലെത്തിയിട്ടുണ്ട്. വിസ്മയ പ്രിൻഷ ഫസ്റ്റ് ടൈമാ വിസ്മയില്? അല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം. നിതീഷേട്ടൻ സ്കൂൾ പഠിക്കാൻ വന്നത്. അന്നേരം നിന്നെ കൂട്ടി വരുന്നുണ്ടാവും അല്ലേ? ഇവരിടക്കിടക്ക് വരുന്നേട്ടാ. ഹായ്, നമ്മളങ്ങനെ ഉള്ളിലേക്ക് പോന്ന്. ഹായ്. അങ്ങനെ നമ്മൾ വീണ്ടും വിസ്മയിലെത്തിയിരിക്കുകയാണ്. നമുക്ക് എങ്ങോട്ടേക്കാ പോകുന്നത്? ഫുള്ളാളാട്ടോ, അങ്ങോട്ടാണ് ഫുള്ളാളാ. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ ആ മേലെ കറങ്ങുന്ന പുതിയ വന്നിട്ടുണ്ടെന്ന് അങ്ങേക്ക് പോവാം. അതൊന്നും കണ്ടിട്ട് അല്ലേ? അങ്ങോട്ട് പോവല്ലേ? ആ ശരി. അല്ല വാതിൽ ഉറങ്ങുന്ന നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നു ഇവിടെ പുതുതായിട്ട് വന്ന റൈഡ്. അത് പക്ഷെ നമ്മൾ എന്താ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ ചെയ്തത്. വാ വാ വാ. ഇതിന്റെ മുകളിൽ കഴിഞ്ഞ പ്രാവശ്യം കയറില്ല? കയറിയിട്ടില്ല. പ്രാവശ്യം കയറുന്ന ഇത് പുതിയ വന്ന റൈഡ്.
അനു കയറി അന്ന് അനുവിനെ വെച്ചിട്ട് നമ്മള് വീഡിയോ എടുത്തു രണ്ടോട്ടം ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ആദ്യം കയറി. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഹരായി പോയി. അത് ഫസ്റ്റ് ഇങ്ങോട്ട് അങ്ങനെ ഇവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. എന്താ നിങ്ങളെ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ളവര് അനുട്ടി ഒരിക്കൽ വന്നിന് ഉള്ള ആളിട്ടാ. ഇല്ല ഞാൻ ഇത് വീഡിയോ എടുക്കണല്ലോ. എനക്ക് കയറിപ്പോ മേലെ പോയിട്ട് ഇങ്ങനെ തലകുത്തിന് വെക്കും നേരം കിളിയുവാ. താക്കാനായത് കുട്ടികളെ പറ്റൂല ഇതിനകത്ത് അവരാടെ എന്നിട്ടുള്ളത്. അത് കണ്ടോ ആ എൻഡിൽ അവര് കൊണ്ടുവെക്കുവേ എന്നിട്ട് അത് തലയിട്ട് എന്റെ അമ്മയെ അതാ 5 seconds അങ്ങനെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നേരം കണ്ടില്ലേ? നീ കണ്ടില്ല? നീ വന്നില്ല? നമ്മള് വന്നേന് കേട്ടോ. അതെ കുറേ കാണാനുണ്ട്. വന്നാൽ അപ്പൊ നമുക്ക് താന്ന് ചേട്ടാ അപ്പേക്ക് കഴിഞ്ഞേട്ടാ. എന്റെ അമ്മോ അടിപൊളി. കുട്ടിക്ക് കയറാൻ പറ്റില്ല. ആള് ബാക്കിയുണ്ടോ ചോദിക്ക്, രസമുണ്ടോന്നല്ല. എങ്ങനെയുണ്ട്? സൂപ്പർ. പോയപ്പാട് പോയി 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 മാമി ഒരേ ഊകലായിരുന്നു. അടിപൊളിയായിരുന്നു കാണാൻ ഉടനതായി അല്ല കവി ഒരു ഒന്നും പേടിക്കാതെയാണല്ലോ പഠിച്ചാ. അലറി വിളിച്ചിട്ട് ചെവി അടഞ്ഞു പോയി അല്ലേ? എല്ലാവർക്കും വാവ എണീച്ചേട്ടാ. അച്ഛൻ കൂട്ടാണ്ട് പോയിട്ട് കരയുന്നുണ്ടായി, തൂക്കി കരയുന്നുണ്ട്. അത് കേട്ടപാട് ഇവനുണ്ട്. സാരല്ല, നമുക്ക് ഇനി കുറച്ച് കാഴ്ചകളെല്ലാം കാണാം. മോളോട്ട് പോകുന്നു. അമ്മേനും തിരിച്ചിരിക്കുന്നുണ്ടോല്ല, അതിനുള്ള അങ്ങനെയല്ലേ. ഇനി അപ്പുറത്തേക്ക് കയറാം, അത് നല്ല രസമുള്ളതാണ്. ഇത് ഇങ്ങനെ ക്രോസ് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു സാധനമാണ്. ഇത് അത്രക്ക് ഇതല്ല, കുറച്ചൊരു സുഖം. ഋഷിക്കന്റെ വ്ളോഗ് എടുക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി കണ്ണും കൂടി ഇരുന്നല്ലോ ആസ്വദിച്ചു അല്ലേ? ഭാവിയുടെ ഡാൻസോ ഇതാണ്. അപ്പൊ നമ്മള് നേരത്തെ ഇനി കുറച്ച് പകുതിയാക്കണം അല്ലേ? അതെ. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം നമ്മൾ ഇത്രം പേരെ തീർത്തിന്, ഇത്രം പേരെ. ഈ പ്രാവശ്യം നമ്മൾ ഇത്രം പേരെ തീർത്ത് ഇരിക്കാനുള്ള സ്ഥലമാക്കി നമ്മള്. അല്ല പത്തൊക്കെ തിന്ന് തീർത്ത് നമ്മള്. അങ്ങനെയാണ് കുറവാക്കുന്നുണ്ടല്ലോ. അടുത്ത റൈഡ് എന്ന് വെച്ചാല് നമ്മളെ സ്പെഷ്യൽ റൈഡാണ്. ഏതാ റൈഡ്? പണ്ടേ ഉള്ള മാഗ്നസ്. ഞാൻ വേറെ കാണിച്ചരാ.
ബോർഡ് നോക്കണം. അതായത് ഇതിനെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന നമ്മള് ഫസ്റ്റ് വലിയ ആൾക്കും പിന്നെ നമുക്ക് ചെറിയാക്കും വലുതാക്കും കളിക്കുന്ന ഇതാന്ന് എടുക്കുന്നേ. നല്ലൊരു സംഭവമാണേ ചേട്ടാ. ഇവിടെ പിടിച്ചിരിക്കുന്ന കേറാൻ പ്രവർത്തിക്കാൻ നോക്കലാണ് നമ്മള്. ചെറിയ പരിപാടിയാന്ന് പറഞ്ഞിട്ടാണ്. ചെറിയതല്ല വലുത് മാത്രം. അത് പക്ഷെ നമ്മള് പറഞ്ഞില്ല, ചെറിയ പരിപാടിയാന്ന് പറഞ്ഞിട്ടാണ് എന്റെ അമ്മേനെല്ലാം അങ്ങ് പറഞ്ഞു വിട്ടിട്ടുള്ളത്. അമ്മ എല്ലാം റൈഡ് കയറുന്നുണ്ട്. അമ്മ വരാതെ അമ്മ ഇപ്പൊ റൈഡിലെല്ലാം കയറുന്ന. മാഗ്നസിന്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഡാൻസിങ്. ഹായ് 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 ബ്രോ. ഹായ് ഹായ് ഹായ്. ഇതിന്റെ പേരെന്നാ? ബ്രേക്ക് ഡാൻസ്. ബ്രേക്ക് ഡാൻസിന് കയറിയിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട്? കവി അടുത്ത നമുക്ക് ഇന തരാം. പക്ഷെ ഇരുന്ന് പോവാൻ കുറച്ച് പണിയാണ്. അപ്പൊ ഞാനും കവിയും കൂടിയാണ് റൈഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരുമിച്ച് റൈഡ് ചെയ്യുന്നല്ലേ? സൈക്കിളാണ്. നമ്മളെ റിറ്റിക്കൽ അങ്ങാടി ഉണ്ട് കേട്ടോ. റിറ്റിക്കലായിട്ട് ഏറ്റുമുട്ടുന്നത് നോക്കാം എങ്ങനെയാവുന്നു. അനൂട്ടി കയറിയിട്ടുണ്ടല്ലോ കേട്ടോ. കുട്ടീനെടുത്തിന് വേണ്ടിയിട്ട്. അതെ. അപ്പൊ നമുക്ക് ഒരു ഏറ്റുമുട്ടലിൽ ഒരുങ്ങാം. നീ ഓടിക്കല്ലോ? ഞാൻ ഓടിക്കണോ? എനിക്കറിയോ? അറിയാ? ഉറപ്പല്ലേ? ഇതെന്ന് വെച്ചാല് കരണ്ടുമ്പിലാണ് ഫുൾ പരിപാടി. കണ്ട ടച്ച് ചെയ്ത് പോക്കാണ്. എല്ലാവരും ഇത് കയറിയിട്ടുണ്ടാവും ആദ്യമായിട്ടില്ല. എന്നാലും ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം അല്ലേ? അടിപൊളിയാണ്. ഇത് നല്ലൊരു രസമാണ്. അപ്പുറം ഇപ്പുറം ഇങ്ങനെ ഉന്തിയിട്ട് നമ്മളെല്ലാം അങ്ങനെ ഓരോ റൗണ്ട് കഴിഞ്ഞ് വന്ന് അന്ന സൈഡിലിരുത്ത് പോയിന്. എന്റെ കഥ കഴിച്ചു വെച്ചു. കാരണം നടുവല്ല വെളിയിൽ പോയിന്. എല്ലാരും കുത്തോട് വെക്കുക. ഇവർ ആദ്യം ഓടിക്കുന്നുണ്ട് കേട്ടാ. ആരൊക്കെ കൂട്ട യുദ്ധം. ഡ്രൈവിംഗ് അറിയാൻ നിങ്ങളെല്ലാം നമ്മളെ വന്നിട്ട് അടിക്കുന്നു. അതെ അത് ശരിയാ. നന്നായി. നീ അങ്ങോട്ട് നീ വണ്ടി എടുക്കണേ. നമ്മളങ്ങനെ 3D'നുള്ളിൽ കയറിയിട്ടുണ്ട്. എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ. എല്ലാവരും കുട്ടികളുള്ളതുകൊണ്ട് കുട്ടികളൊന്നും കയറ്റാൻ പറ്റാണ്ട് എല്ലാവരും കയറിയില്ല. ഇവർക്കാണ് മെയിനായിട്ട് 3D കയറാൻ ആഗ്രഹം. അങ്ങനെ 3D കയറിയിട്ടുണ്ട്. ചേച്ചിയുടെ ജോലി ചെയ്ത സമയത്ത് കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഫ്രണ്ട്സാണ് പറഞ്ഞത്. പേരെന്തേലും? സമൃദ്ധി. എവിടെ സ്ഥലം? ധർമ്മശാലക്കാണ് അല്ലേ? അപ്പം അടുത്തന്നെ. അപ്പോൾ അങ്ങനെ ചേച്ചി ഓരോരാളെയും കണ്ടിട്ട് ഇങ്ങനെ ഓർമ്മ ഒരുക്കിക്കൊണ്ട് പോകാനേ. ചേച്ചി ഇത് നമ്മളിപ്പോൾ ഈ ഗെയിമെല്ലാം കളിക്കുന്നതിന് പോലെ ചേച്ചി ഇതാ പരിപാടി. എല്ലാവർക്കും മിണ്ടലും പറയും പോയിട്ട്. അപ്പോൾ നമ്മൾ 3D കഴിഞ്ഞേട്ടാ. 3D കഴിഞ്ഞ് ഇറങ്ങി വെള്ളം പുറത്ത് വെയിറ്റ് വന്ന് കുട്ടികളിൽ നിന്ന് എല്ലാവരും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും കൂട്ടിയില്ല. എല്ലാവരും ഇല്ലല്ല. മസാല ദോശ എല്ലാവരും കൂടെ ചായ കുടിക്കലാണ്. നെയ്റോസ്റ്റ് അറിയാണ്ട് തെറ്റുപറ്റിപ്പോയി. അങ്ങനെ നമ്മൾ തിരിച്ച് ഫുഡെല്ലാം കഴിച്ച് വന്ന് നമ്മളിവിടെ തിരിക്ക് വന്ന് ഒന്നും കൂടി ഉള്ളിൽ കയറണം അങ്ങോട്ടും പോകണമെന്നുണ്ട്. പക്ഷേ സമയം ഏകദേശം ആയി. 6 മണിക്ക് എല്ലാവരും ഇറക്കും. ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്ന സമയമായി. നമ്മളെല്ലാവരും വെച്ച് വന്നാൽ താഴ്വാത്താന്ന് കറങ്ങില്ല കേട്ടോ. മേലെ വെള്ളവും അങ്ങോട്ടുള്ള പോകുമ്പോഴേക്ക് ലേറ്റ് ആവും അല്ലേ നിശാ? തിന്നു കേട്ടോ. അതിക്കൊന്നു അതെ വീഡിയോ ആട്ടാക്കുന്നതാ.
നമ്മളങ്ങനെ പറശ്ശിനിക്കടവ് പാലത്തിൻ്റെ തിരിച്ചെത്തി. ആ വൈകുന്നേരത്തെ ആ ഒരു എന്താ പറയാ, വൈകുന്നേരത്തെ ആ ഒരു കളർ കണ്ട, മഴയെല്ലാം പെയ്യാനായി. ആ സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞു. ചില സ്ഥലത്ത് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ പെയ്ത് കഴിഞ്ഞു. അങ്ങോട്ട് ക്യാമറ പിടിച്ചാട്ടെ. അപ്പൊ മഴയെല്ലാം പെയ്ത് കഴിഞ്ഞ് നമ്മളങ്ങനെ വീട്ടിലേക്ക് വിട്ടു. ട്രിപ്പ് ചെയ്യാനാട്ടാ. നമുക്ക് അപ്പുറം ഇപ്പുറം കഴിഞ്ഞാലോ, ഇവിടെ കരക്ക് ഇപ്പുറത്ത് കഴിഞ്ഞാലോ? കൊതുകൊള്ളാനാ? അല്ല, കുട്ടികൾക്കെല്ലാം നല്ലതൊരു എക്സ്പീരിയൻസ്. അതിനല്ലേ പോയിട്ട് വന്നിന് വിസ്മയ. അങ്ങനെയല്ലപ്പാ, കുട്ടികളെ മനസ്സിലാക്കി. നമുക്കൊരു നല്ല ഒരു അടിപൊളി ട്രിപ്പ് ചെയ്യാനാട്ടാ. ഒരു വൈകിട്ട് ഒരു 3 മണിക്ക് നമ്മളെ വീടിന്റെ അടുത്താണ്. നമ്മളതിന്റെ പകുതി പോലും പോയിട്ടില്ല കേട്ടാ. നമ്മളിന്ന് പോയെന്ന് വെച്ചാൽ ഒരു 2-3 അതിൽ 5% നമ്മൾ പോയിട്ടില്ല, ബാക്കി കിടക്കുന്നുണ്ട്. പക്ഷെ ആ കേറിയത് ഒരു 1.5 സാധനത്തിലാണ്. കേറിയതെല്ലാം ഭയങ്കര തലകുലിക്ക് ചളിയായിരിക്കൂല ബിജോട്ടാ. നമ്മള് പാലത്തിന്റെ അടിയിൽ പോയി. ഇതാണ് മെയിൻ ചളിന്ന് ഒരാള് പറയുന്നുണ്ട്. അതെ, ഇതാണ് ഇവിടുത്തെ ഷാപ്പുണ്ട്. ഷാപ്പുണ്ട് നിതീഷ് വേഗം പറഞ്ഞില്ലേ? നിതീഷിന്റെ സ്ഥലങ്ങൾ നിതീഷ് വേഗം പറഞ്ഞു. ഷാപ്പുണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാ. ഫുള്ളി ഇരുട്ടായിരുന്നു. ഒന്ന് കാണിച്ചു, ഫുള്ളി ഇരുട്ടായിരുന്നു. അതിൽ ക്യാമറ കാണുന്നില്ല. നമ്മള് പാലം വന്ന് കുട്ടിയൊക്കെ പാലം കാണിച്ചു കൊടുക്കാൻ വെച്ചിട്ടാണ്. ഇത് നമ്മള് പറശ്ശിനിക്കടവ് പാലാണ്. അതായത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ, നമ്മൾ മിഞ്ഞാന്ന് മുത്തപ്പന്റെ അമ്പലത്തിൽ പോയിരുന്നു ഒരു 3-4 ദിവസം മുമ്പ്. ബാബ എന്നെ കഴിക്കുന്നേ. നീ എന്നാ കഴിക്കുന്നേ? അമ്മക്ക് പുതിയ ഭാവന, നീ എന്നാ കഴിക്കുന്നേ? നിതീഷിന്റെ ആഗ്രഹം നിതീഷ് പറയുന്നത്. പുതിയ ഭാവന കിട്ടിയേട്ടാ. നിന്നെയാണ് വേണ്ട പോലെ. വലിയ പാലാന്നല്ലേ ചേട്ടാ? പറശ്ശിനി പാലം വലിയ പാലം. പാലത്തിന്റെ അടുത്ത് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നിന് കേട്ടാ. ഇപ്പുറം നേരെ അപ്പുറത്ത് പറശ്ശിനിക്കടവ് കാണാം. ബോട്ട് സർവീസ് ഇങ്ങനെ പോകുന്നത്. ബോട്ട് സർവീസ് ആണ് അങ്ങോട്ട് പോകുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ അമ്പലം, എന്താ കാണുന്ന അമ്പലം. അപ്പോൾ ഇത് നമ്മളെ നാട്ടിൽ തന്നെ 10 കിലോമീറ്റർ ഉള്ളൂ നമ്മളെ വീട്ടിൻ്റെ അടുത്ത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഇവിടെ വരുത്തുണ്ട്. ഓക്കെ ബൈ ബൈ ടാറ്റാ. വെല്ലുവേലി വീട്ടിന്റെ കൂടെ വെല്ലുവേലി വീട്ടിൽ കൂടാൻ വരുന്ന. ഓക്കെ ബൈ. ഓ ഫ്ലൈങ് ബൈ.